രാവിലെ 11:30 കഴിഞ്ഞിട്ടും ഇതുവരെയും ബിഗ് ബോസ് ഹൗസിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കറി റെഡിയായിട്ടില്ല എന്നതായിരുന്നു റീസൺ. ശാരികയും നൂറയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി ഇട്ടുണ്ടെന്ന് പറഞ്ഞു. കറി അനുമോളാണ് ഉണ്ടാക്കിയിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാത്തതിന്റെ പേരിൽ എല്ലാവരും കൂടി വഴക്കായി കിച്ചണിലിരുന്നു. ഞാൻ ചോദിച്ചു ആരൊക്കെ വേണം ടീമിൽ, അപ്പോൾ പറഞ്ഞു ആദില വേണം. പറയുമ്പോൾ അവരെ റെസ്പെക്ട് ടീം ചൂസ് നീ റെസ്പെക്ട് അവരെതിരെ അല്ല, അതിനൊരു കട്ടിങ്ങിന് വേണ്ടി മാത്രം ആരംഭശൂരത്വം എന്ന് പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞ ആരംഭശൂരത്വം അങ്ങനെ പറയും. ഉരുളക്കിഴങ്ങിന്റെ കഷ്ണമുള്ളൂ പഠിക്കാൻ. സുരക്ഷ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നിരിക്കുക. അതിനെപ്പോഴും എങ്ങനെയാണ് നീ ചൂടാവണമെന്ന് പറയും. അയ്യോ ആരും ചൂടാവുന്നത് ഈ വീട്ടില്. അവിടെ സ്പെഷ്യൽ ആണ് ഇവിടെ. പക്ഷെ നീ അങ്ങനെയാണ് അഭിനയിക്കണത്. ക്യാപ്റ്റൻ ഞാൻ പറയും, എന്റെ അധികാരമാണ് പറയാൻ. ആ വോയിസ് ഞാൻ അവിടെ കാണിച്ചു. പക്ഷെ നിന്റെ പേഴ്സണൽ വേണ്ടിയിട്ടായിരുന്നു അവിടെ. ആരും കേട്ടില്ലേ? ആദ്യം കേട്ടില്ലേ എന്റെ വോയിസ്? എന്റെ അവിടെ അവളുടെ എതിരെ നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു പേഴ്സണൽ വേണ്ടിയിട്ടാണ് അവളുടെ. ഉരുളക്കിഴങ്ങ് അരിയുന്നതിന്റെ മുന്നേ ഇവളോട് ഞാൻ പറഞ്ഞതാണ് പരിപ്പുകാരൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത്. ഇല്ല, പരിപ്പുകാരൻ ഉണ്ടാക്കാൻ അനുമോളെ ഞാൻ എത്ര പ്രാവശ്യം രാവിലെ തൊട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇവളാണ് പറഞ്ഞത് പറ്റില്ല, ഞാൻ കേട്ടോണ്ടിരിക്കും പറ്റൂലെന്ന് പറഞ്ഞു ഇവള്. പിന്നെ ഫുഡ് കൊടുക്കുമ്പോ എടുത്തോന്നൊക്കെ പക്ഷെ സ്നേഹത്തോടെ ഫുഡല്ലേ ഒരിക്കലും ഫുഡിന് സമയത്ത് ചെയ്യുന്നത്. പറഞ്ഞു പഞ്ചസാര വെച്ചാൽ നമുക്ക് വെറും വൈകിട്ട് അങ്ങനെ കഴിക്കാം. ചപ്പാത്തി നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ഈസി മെഡിസിൻ ഇപ്പല്ലേ ഭയങ്കര മോശമായി. ബാത്റൂം ഇത് കണ്ടാണ് ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളും എഴുതി തന്നുള്ളത്. ഇവിടെ 5, 1, 6 പേരുണ്ട്. എന്നിട്ട് സമയത്തിന് ഫുഡ് ആയില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നേ വേണം.